നമസ്കാരം. ഞാൻ ഡോക്ടർ അഞ്ജലി. ഐ എം ആൻ ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ആയുഷ് ശക്തി ഇൻ മുംബൈ. നമ്മൾ പല ആളുകളും കഴിച്ചിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. കുറെ ആളുകൾ കഴിച്ചിട്ടും ഉണ്ടാകില്ല. കഴിച്ചവർക്ക് വേണമെങ്കിൽ അറിയാം. പ്രത്യേകിച്ച് അങ്ങനെ ഒരു വികാരം ഇല്ലാത്തൊരു ഫ്രൂട്ടാണല്ലേ. പക്ഷെ വികാരം ഇല്ലെങ്കിലും നല്ല രീതിയിൽ അതിൽ ന്യൂട്രീഷൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും എന്താ ചെയ്യാറ്? ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ തൊലി അങ്ങോട്ട് കളയും. കാണാൻ നല്ല ഭംഗിയാണ് അതൊക്കെ. അപ്പൊ നമ്മൾ അതിന്റെ തൊലി കളയും വേസ്റ്റ് ആയിട്ട്. പക്ഷെ ഇനി മുതൽ നിങ്ങൾ ആ തൊലി കളയരുത്. ഡ്രാഗൺ ഫ്രൂട്ട് നിങ്ങൾക്ക് എപ്പോഴൊക്കെ കിട്ടുകയാണെങ്കിലും ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൊലിയിലുണ്ടല്ലോ ആൻതോസൈനിൻ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിനാണെങ്കിലും നമ്മുടെ ബോഡിക്കാണെങ്കിലും വളരെ നല്ലൊരു കാര്യമാണ്. ശരീരത്തിൽ ഇപ്പൊ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നന്നായിട്ട് കുറയ്ക്കുന്നതിനും ശരീരത്തിന്റെ ബ്ലഡ് വെസൽസിന്റെ ഇലാസ്റ്റിസിറ്റി നന്നായിട്ട് കൂട്ടുന്നതിനും സ്കിന്ന് നന്നായിട്ട് സ്മൂത്ത് ആക്കി വെക്കുക. അതുപോലെ നമ്മൾ എല്ലാവരും പുറത്തേക്ക് പോകുന്ന ആളുകളൊക്കെയാണല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് സൺ ഡാമേജ് ഉണ്ടാക്കാനുള്ള ധാരാളം സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇതിലുള്ള ആന്തോസൈനിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഈ ഇൻഫ്ലമേഷൻ ഒക്കെ നന്നായിട്ട് കുറഞ്ഞിട്ട് സൺ ഡാമേജിന് ഒരു പരിധി വരെ നല്ല രീതിയിൽ കുറയ്ക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഫ്രൂട്ട് ഉണ്ടല്ലോ, ഉള്ളിലത്തെ ഈ ഒരു ഭാഗം, അത് പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഫേസ് മാസ്ക് പോലെയും അപ്ലൈ ചെയ്യാവുന്ന ഒരു കാര്യം കൂടിയൊക്കെയാണ്. അപ്പോൾ ഇത്രയും ഗുണങ്ങളൊക്കെ നമ്മൾ ഈ സ്കിന്ന് നമ്മൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ നമുക്ക് കിട്ടും. അപ്പൊ കൂടുതലും പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് വളരെയധികം നല്ലൊരു കാര്യമാണ്. പക്ഷെ ഇവിടെ ഞാൻ ഈ പറയാൻ പോകുന്ന 2 റെസിപ്പി പറയുന്നുണ്ട്. ഇതിൽ രണ്ടാമത്തെ റെസിപ്പി ഉണ്ടല്ലോ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക, എന്തൊക്കെയാണ് ഇതിന്റെ പ്രോസസ്സ് എന്നെല്ലാം അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നമ്മളൊരു പാത്രം എടുക്കാം. പാത്രം എടുത്തിട്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടല്ലോ ഫുൾ ആയിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെക്കാനായിട്ട് നോക്കുക. ഈ കല്ലുപ്പ് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമ്മൾ തൊലിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ തൊലിപ്പുറത്ത് എന്തെങ്കിലും അണുക്കൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കല്ലുപ്പ് ഇട്ട് വെക്കുന്നത്. കൂടുതലും ഈ ഇതിന്റെ ഹോള് പോലെയുള്ള ഭാഗം ഉണ്ടല്ലോ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ അറ്റത്ത്, അവിടെയൊക്കെ ഒന്ന് കുറച്ച് അഴുക്കിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു 10 മിനിറ്റ്, കുറെ നേരം ഇട്ട് വെക്കരുത്. ഒരു 10 മിനിറ്റ് മാത്രം ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഒരു 2-3 വട്ടം വെള്ളത്തിൽ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി എടുക്കുക. ശ്രദ്ധിക്കുക, അഗെയിൻ പറയുകയാണ്, അതിന്റെ ഹോളിന്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് ഉള്ളിൽ കൈയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് അതിന്റെ ഉള്ളിലത്തെ ഫ്രൂട്ട് മാറ്റിയിട്ട്, അതിന്റെ ഉള്ളിലത്തെ ആ ഒരു പൾപ്പ് ഉണ്ടല്ലോ അത് മാറ്റിയിട്ട് തൊലി എടുക്കുക. തൊലിയുടെ രണ്ടറ്റം നന്നായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി ഒരു പാത്രത്തില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ തൊലി അതിലേക്ക് ഇടുക. എന്നിട്ട് ഒരു മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തിളപ്പിക്കുക. ഒരു 10 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ന്യൂട്രീഷൻസ് അതിന്റെ ഉള്ളിൽ നന്നായിട്ട് ഇറങ്ങി വരും. വെള്ളത്തിന്റെ കളറൊക്കെ നന്നായിട്ട് മാറാനായിട്ട് തുടങ്ങും. അപ്പൊ ഞാൻ ഇവിടെ അഗെയിൻ പറയാണ്, ഒരു 10 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ തിളപ്പിക്കരുത്. കുറെ നേരം തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂട്രീഷൻസ് പോവുകയാണ് ചെയ്യുക. 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും നന്നായിട്ട് തിള വരുമ്പോൾ ഒരു 5 മിനിറ്റ് സ്ലോ ഫ്ലെയിമിലും, അങ്ങനെ ഒരു 15 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിന്റെ മൂടി മാറ്റുക. മൂടി മാറ്റിയിട്ട് അപ്പൊ തന്നെ ആ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പീൽ ഉണ്ടാവില്ല അതില്, അത് നിങ്ങൾ മാറ്റിയെടുക്കുക. അങ്ങനെ അതിൽ ഇങ്ങനെ ഇടാനൊന്നും നിൽക്കണ്ട. തിളച്ചു കഴിഞ്ഞ് അപ്പൊ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അരിച്ചു മാറ്റുക. എന്നിട്ട് ഈ വെള്ളമാണ് നമ്മൾ ഇനിയോട് ഉപയോഗിക്കുന്നത്. അതിൽ ആദ്യത്തെ ഒരു റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ നമ്മൾ കുറച്ചൊരു ഗ്ലാസ് വെള്ളം എടുക്കുക. ഈ തിളച്ച വെള്ളം, ഈ തിളച്ചിട്ട് നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഈ വെള്ളം ഉണ്ടല്ലോ അത് എടുത്തതിന് ശേഷം അതൊന്ന് ചൂടാറി കഴിയുമ്പോൾ, ഒരു ഇളം ചൂടാവുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മൾ ചെറുതേൻ ഒഴിക്കുക. തേൻ നല്ലത് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. തേൻ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഏത് സമയത്ത്, രാവിലെ ആണെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു ഡ്രിങ്ക് എന്ന് പറഞ്ഞ ടേസ്റ്റിന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. നമ്മുടെ സ്കിന്നിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആന്റി ഏജിങ് പ്രോപ്പർട്ടി കൊടുക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടി കഴിഞ്ഞാൽ ഈ ഒരു ഡ്രിങ്ക് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ റെസിപ്പി നോക്കുകയാണെങ്കിൽ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടാവും. ഇത് ഉണ്ടാക്കേണ്ടത് എങ്ങനെ നോക്കി കഴിഞ്ഞാൽ, നമ്മൾ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു വെള്ളം ഉണ്ടല്ലോ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കുക. ജസ്റ്റ് ഒന്ന് തിള വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ, പഞ്ചസാര ആഡ് ചെയ്യുക. ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് മധുരത്തിന് എത്രയാണോ ആവശ്യം അത് മാത്രം ആഡ് ചെയ്താൽ മതി. ശേഷം രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ആവശ്യമുള്ളതാണ് ജെലാറ്റിന്റെ പൗഡർ. നമ്മൾ ഈ ജെല്ല് പോലെ ഉണ്ടാക്കില്ലേ, അതിന്റെ ജെലാറ്റിന്റെ പൗഡർ ഈസി ആയിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ കുറച്ച് നമ്മൾ ജെലാറ്റിന്റെ പൗഡറും കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, കട്ടയൊന്നും കുത്തരുത്, നന്നായിട്ട് ഇളക്കുക. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ജെലാറ്റിന്റെ പൗഡർ ആഡ് ചെയ്തതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ഷുഗർ ആഡ് ചെയ്ത് മെൽറ്റ് ആവില്ലേ, മെൽറ്റ് ആവുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ജെലാറ്റിന്റെ പൗഡർ ആഡ് ചെയ്യാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കി ഇളക്കി നന്നായിട്ട് മിക്സ് ആയി വരുന്ന സമയത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുക. പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മളൊന്ന് തണുക്കാനായിട്ട് വെക്കുക. അപ്പൊ പെട്ടെന്ന് തണുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീസറിൽ വെക്കാം. ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് തണുത്ത് കിട്ടും.
പെട്ടെന്ന് തണുത്ത് കിട്ടുമ്പോൾ നമ്മുടെ ഇവിടെ ജെല്ലി മിഠായി പോലെയുള്ള ജെലാറ്റിന്റെ ഡ്രാഗൺ ഫ്രൂട്ട് മിഠായി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം നന്നായിട്ട് ചെറിയൊരു പീസായിട്ട് കട്ട് ചെയ്ത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ വളരെയധികം പുറത്തുനിന്നൊക്കെ കിട്ടുന്ന ഈ ജെലാറ്റിന്റെ മിഠായിനേക്കാളും വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. നമ്മളിവിടെ ഒരു കളർ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കളർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ജെലാറ്റിന്റെ പൗഡർ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. കുട്ടികൾക്ക് ഒരു മധുരത്തിന് ഇത്രയും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ട്രൈ ചെയ്ത് കൊടുക്കാം. തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാവരും ഈ റെമഡി തീർച്ചയായിട്ടും ട്രൈ ചെയ്യാനായിട്ട് നോക്കണം. ഡ്രാഗൺ ഫ്രൂട്ട് എപ്പോഴൊക്കെ നിങ്ങൾ വാങ്ങുന്നുണ്ടോ, കഴിക്കുന്നുണ്ടോ, തൊലി കളയാതെ ഈ ഒരു കാര്യം എന്തായാലും ട്രൈ ചെയ്യുക. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും. ഇതുവരെ നന്ദി, നമസ്കാരം.